നമസ്കാരം. ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഡൊണാൾഡ് ട്രംപും. മെലോണിയെക്കുറിച്ച് നിരവധി തവണ പല സംഭവങ്ങൾ വരുമ്പോൾ അവരുടെ പ്രസംഗങ്ങളടക്കം നമ്മൾ ന്യൂസിൽ സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചടക്കം. ഏറ്റവും ഒടുവിൽ ട്രംപുമായി ബന്ധപ്പെട്ട ഒരു വൻ വിവാദം, രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് വരെ നയിച്ച ഒരു വൻ വിവാദം പൊട്ടിപ്പുറപ്പെട്ട് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മെലോണിയെ അപമാനിക്കുന്ന, സ്ത്രീത്വത്തെ തന്നെ അവമാനിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ഒരു ബഡായിയാണ് ഈ കലുഷിത പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചത്. വ്യക്തിബന്ധവും രാജ്യത്തിൻ്റെ അന്തസ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ്. അന്താരാഷ്ട്ര സാഹചര്യത്തിൽ വ്യക്തിയുടെ ഈഗോയും മറ്റൊരു രാജ്യത്തിൻ്റെ ദേശീയ അഭിമാനവും പല സമയങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ട്രംപും മെലോണിയും തമ്മിലുള്ള സൗഹൃദം ട്രംപിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഒടുവിൽ എത്തിപ്പെട്ടത് ഇരു രാജ്യങ്ങളുടെയും തുറന്ന നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ്. ലോകത്താകെ ചർച്ചയായ ഒരു സംഭവം. എന്താണ് പശ്ചാത്തലം? ഇപ്പോൾ അത് എത്തിച്ചേർന്ന പ്രതിസന്ധി എന്താണ് എന്ന് വിശദമായി നോക്കാം. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്ക് പിന്നാലെ ട്രംപ് നടത്തിയ ഒരു പരാമർശമാണ് പൊട്ടിത്തെറിക്ക് കാരണമായത്. ഒരു അഭിമുഖത്തിനിടെ മെലോണി തനിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ തന്നോട് യാചിച്ചു വന്നു എന്നും താൻ സഹതാപം തോന്നിയതുകൊണ്ടാണ് അതിന് സമ്മതിച്ചത് എന്നും ട്രംപ് അവകാശപ്പെട്ടു. ഈ പ്രസ്താവന രാഷ്ട്രീയ വിമർശനം എന്ന നിലയിലൊന്നും കാണാൻ കഴിയുന്ന കാര്യമല്ല, അല്ലെങ്കിൽ സന്ദർഭോചിതമായ ഒരു തമാശ എന്ന നിലയിലും കാണാൻ പറ്റുന്നതായിരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ ഈ മട്ടിൽ മറ്റൊരു രാജ്യത്തിൻ്റെ നേതാവ് പൊതുമധ്യത്തിൽ പറയുമ്പോൾ അത് അപമാനിക്കലാണ്. അത് ആ നേതാവിനെ മാത്രമല്ല, ആ രാജ്യത്തെ തന്നെ അവമാനിക്കലാണ്. ചിലപ്പോൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ നേതാവിനെ ഏത് മട്ടിൽ അവമാനിച്ചാലും എല്ലാം കേട്ടു നിൽക്കുന്ന ചില ആളുകളൊക്കെ ലോകത്തുണ്ട്. രാജ്യത്തിനെതിരെ ഏത് നടപടി, നികുതി ചുങ്കം ചുമത്തിയാലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ അയാൾക്ക് പ്രശ്നം പരിഹരിച്ചു കൊടുത്തു, അയാളെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാലും എല്ലാം കേട്ടു നിൽക്കുന്ന രാജ്യാധിപന്മാരൊക്കെ ഉണ്ട്, രാജ്യ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അതിലും വ്യത്യസ്തമായി ഇറ്റലി മറ്റൊരു സാഹചര്യത്തെ നേരിട്ടു. ഇറ്റലിയിൽ അത് ദേശീയ അഭിമാനത്തെ അപമാനിച്ചതായി വിലയിരുത്തപ്പെട്ടു. ഇറ്റലിയും ഞാനും ഒരിക്കലും യാചിക്കാറില്ല എന്ന ശക്തമായ മറുപടിയുമായി മെലോണിയ പിന്നാലെ രംഗത്തെത്തി. ആ സംഭവം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്നും ഞാനും ഇറ്റലിയും അത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ യാചനയുടെ രീതിയിൽ പെരുമാറാറില്ല എന്നും മെലോണി മറുപടി പറഞ്ഞു. പടിഞ്ഞാറൻ രാജ്യങ്ങളോട്, ചരിത്രപരമായ സഖ്യകക്ഷികളോട് ട്രംപ് അപമാനകരമായ ഭാഷ ഉപയോഗിക്കുന്നുവെന്നും എന്നാൽ ഞങ്ങൾ എതിരാളികളോട് കൂടുതൽ ബഹുമാനം തിരിച്ചു കാണിക്കുകയാണ് എന്നും മെലോണി അദ്ദേഹത്തെ, ട്രംപിൻ്റെ സമീപനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. സാധാരണയായി ട്രംപിനെതിരെ പരസ്യമായി സംസാരിക്കുന്നത് ഒഴിവാക്കാറാണ് മെലോണിയുടെ പതിവ്. ഈ ചുങ്കം ചുമത്തലിലടക്കം അവരുടെ സമീപനം വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഈ പ്രതികരണം, ഈ സംഭവത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം ബന്ധം എത്രത്തോളം വഷളായി എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. മെലോണിയെ അപമാനിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പ്രതികരണം വെറും ഒരു തമാശയായി നിലനിന്നില്ല എന്നർത്ഥം. ഇറ്റലിയുടെ ദേശീയ നേതൃത്വത്തിലാകെ രോഷം വർദ്ധിപ്പിച്ചു. അതോടെ ഇറ്റാലിയൻ സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കേണ്ടി വന്നു. രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ എതിർപ്പുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നേതാക്കളെല്ലാം എതിർപ്പുമായി രംഗത്ത് വന്നു. US-നെതിരായ നയതന്ത്ര ബന്ധത്തിൽ തന്നെ വിള്ളൽ വീണു. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ താജാനി അമേരിക്കയിലേക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന സന്ദർശനം റദ്ദാക്കി. ട്രംപിൻ്റെ പരാമർശം മെലോണിയെ മാത്രമല്ല മുഴുവൻ ഇറ്റലിയെയും അപമാനിക്കുന്നതാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. പ്രതിരോധ മന്ത്രി ഗിഡോ ക്രോസറ്റോയും മെലോണിക്കൊപ്പം നിലകൊണ്ടു. അമേരിക്കയുമായുള്ള ബന്ധം സംരക്ഷിക്കാനാണ് മെലോണി ഇതുവരെ വലിയ ക്ഷമ കാണിച്ചത് എന്നും എന്നാൽ നിരന്തരമായ പ്രകോപനങ്ങൾക്ക് ഒരു പരിധിയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ മെലോണിയെ അപമാനിച്ചുകൊണ്ട് ട്രംപ് വെറുതെ അബദ്ധത്തിലൊരു തമാശ പറഞ്ഞതാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നില്ല. കുറച്ചു നാളായി ഇറ്റലിയോട് ഉള്ളിൽ അടക്കിപ്പിടിച്ചിരിക്കുന്ന രോഷം അങ്ങനെ പുറത്തു വന്ന സാഹചര്യം രൂപപ്പെട്ടതാണ് എന്നാണ് വിലയിരുത്തൽ. അതായത് ഇന്നത്തെ തർക്കത്തിന്റെ വേരുകൾ G7 ഉച്ചകോടിയിലെ ഫോട്ടോ എടുപ്പ് പ്രസ്താവനയിൽ ഒതുങ്ങുന്നതല്ല, അതിനു മുമ്പ് തന്നെ രൂപപ്പെട്ടതാണ് എന്നർത്ഥം. അതെന്താണ്? അമേരിക്കയുടെ ഇറാൻ നയത്തെയും യുദ്ധത്തെയും വിമർശിച്ച പോപ്പ് ലിയോക്കെതിരെ ട്രംപ് നടത്തിയ ഭീഷണിയും പ്രസ്താവനകളും ഒക്കെ ഇറ്റാലിയൻ സർക്കാരിൻ്റെ അനിഷ്ടം വിളിച്ചു വരുത്തിയിരുന്നു. മാത്രമല്ല, പോപ്പിൻ്റെ ഇടപെടലിനെ കുറിച്ച് ട്രംപിനുള്ള അനിഷ്ടം മനസ്സിലാക്കി ഇറ്റലി പെരുമാറിയില്ല എന്നൊരു നിലപാട് ട്രംപിനും ഉണ്ട്. ഈ സാഹചര്യം പ്രധാനമാണ്. ട്രംപിൻ്റെ നീക്കങ്ങൾ സ്വീകാര്യമല്ലാത്തതാണ് എന്ന നിലപാട് മെലോണിയും ഇറ്റലിയും നേരത്തെ തന്നെ സ്വീകരിച്ച് പരസ്യമായി പറഞ്ഞിരുന്നതാണ്. കാത്തോലിക്ക ലോകത്തിൻ്റെ കേന്ദ്രമായ ഇറ്റലിയിൽ പോപ്പിനെതിരായ ആക്രമണം ഗൗരവമുള്ള വിഷയമാണ്. ട്രംപിൻ്റെ പരാമർശങ്ങൾക്കെതിരെ രംഗത്തെത്തിയ മെലോണി പോപ്പിനെ അന്ന് പിന്തുണയ്ക്കുകയും ചെയ്തു. ഇത് ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഒരു കാലത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മെല്ലെ മെല്ലെ അകലുന്നതാണ് പിന്നീട് കണ്ടത്. മെലോണി ഒരു കാലത്ത് യൂറോപ്പിലെ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ സഖ്യകക്ഷികളിൽ ഒരാളായിരുന്നു. ദേശീയത, കുടിയേറ്റ വിരുദ്ധ നിലപാട്, യാഥാസ്ഥിതിക രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുവരും സമാന നിലപാടുകളാണ് പങ്കുവച്ചത്. ട്രംപിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ മെലോണി പങ്കെടുത്തിരുന്നതും വലിയ ചർച്ചയായിരുന്നു. യൂറോപ്പിൽ ട്രംപുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന നേതാവ് എന്ന പ്രതിച്ഛായയും മെലോണിക്കുണ്ടായിരുന്നു. ട്രംപിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ലോക നേതാക്കളിൽ ഒരാളായാണ് മെലോണി അടയാളപ്പെടുത്തപ്പെട്ടത്.
എന്നാൽ ഇറാൻ യുദ്ധം, യൂറോപ്യൻ സുരക്ഷാ പ്രശ്നങ്ങൾ, പോപ്പിനെ ഭീഷണിപ്പെടുത്തിയ സംബന്ധിച്ച വിവാദം എന്നിവയോടെ ട്രംപുമായുള്ള ബന്ധം ക്രമേണ തകരുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ വ്യക്തിപരമായി കൂടി അപമാനിക്കുന്ന പ്രസ്താവന, ഫോട്ടോ എടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവന ട്രംപിൽ നിന്നുണ്ടായത് കാര്യങ്ങളെല്ലാം കൈവിട്ട അവസ്ഥയിലാക്കി. സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ട്രംപിന്റെ പ്രസ്താവനയല്ല, അതിന് ഇറ്റലിയിൽ ഒന്നാകെ രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ നൽകിയ മറുപടിയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ ഇറ്റലിയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒന്നാകെ മെലോനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. സാധാരണ ആഭ്യന്തര വിഷയങ്ങളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ള ഇറ്റലിയിലെ നേതാക്കൾ പോലും രാജ്യത്തിന്റെ അഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയമായി കണ്ട് ഈ കാര്യത്തിൽ ഒരുമിച്ച് നിന്നു. ഒരു വിദേശ നേതാവ് രാജ്യത്തെയോ പ്രധാനമന്ത്രിയെയോ അപമാനിച്ചു എന്ന് തോന്നിയപ്പോൾ അതിനെ വ്യക്തിപരമായ വിഷയമായിട്ടല്ല, ദേശീയ വിഷയമായി ഇറ്റലി കൈകാര്യം ചെയ്തു. ഈ സംഭവം ട്രംപിന്റെ യൂറോപ്യൻ ബന്ധങ്ങളിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നാറ്റോ, ഇറാൻ, യുക്രൈൻ, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയും യൂറോപ്പും തമ്മിൽ നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും യുക്രൈൻ ബന്ധത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. യുക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കുന്നതും റഷ്യൻ യുദ്ധവും സംബന്ധിച്ച പ്രശ്നമുണ്ട്. ഗ്രീൻലാൻഡ് വിവാദം മറ്റൊരു ഭാഗത്തുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായി ട്രംപ് അകലത്തിലാണ്. മെലോനിയെപ്പോലും അകറ്റി നിർത്താൻ ട്രംപിന് സാധിച്ചു എന്നുള്ളത് യൂറോപ്പിലെ അമേരിക്കയുടെ പരമ്പരാഗത സഖ്യബന്ധങ്ങൾക്ക് കൂടുതൽ ക്ഷീണമുണ്ടാക്കും എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇനി ഈ ബന്ധം പഴയ നിലയിലേക്ക് മടങ്ങുമോ, അതോ അമേരിക്ക ഇറ്റലി ബന്ധത്തിലെ ഒരു വഴിത്തിരിവായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുമോ? അതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.